ആഗത്യ എന്ന് പറഞ്ഞാലോ? അപ്പം എന്താ വ്യത്യാസം? ആഗത്വ എന്നല്ലേ പറയേണ്ടത്? അങ്ങനെ പറയില്ല. ആ ചേർന്നാലേ ത്വ പോയിട്ട് അത് മാറും. അത് പറയാനാ പറഞ്ഞു. ഇപ്പം നമ്മൾ ഗത്വ, പഠിത്വ, ശ്രുത്വ, ഭുക്കുത്വ. ഭുക്കുത്വ ചേർത്ത് എന്താ? ഭുക്കുത്വ നേരം വിളിച്ചാകുമ്പോൾ വയറ് നിറച്ച് ഭുക്കുത്വ. ചെന്നർത്ഥം നല്ലോണം വയറടച്ച് കഴിച്ചു എന്ന്. കഴിച്ചിട്ട് സ്നാത്വ, പീത്വ. വൈകുന്നേരം ആകുമ്പം അതല്ല. പീത്വ പറഞ്ഞാൽ കുടിച്ചിട്ട് കുടിച്ചിട്ടാ പറഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ വെള്ളം കുടിക്കണവരെന്നാലും അവനങ്ങോട്ട് കുടിച്ചിട്ട് വന്നു. ചെന്നർത്ഥം ചുക്കവെള്ളം കുടിച്ചിട്ടുന്നാ, ജീരക വെള്ളം, സംഭാരം, ഇതൊന്നുമല്ല ഇതിൻ്റെ അർത്ഥം. ഇതൊക്കെ കുടിക്കുക തന്നെയാണ് ചെയ്യുമെങ്കിലും വൈകുന്നേരത്തെ ആ സാധനം നമ്മൾക്ക് ഓരോന്നിൻ്റെ ആ പ്രയോഗരൂഢി എന്നൊക്കെ പറയുക. അപ്പം പീത്വ എന്ന് പറഞ്ഞാൽ കുടിച്ചിട്ട്, ശ്രുത്വ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട്, മനസ്സിലായില്ലേ? നത്വ നമസ്കരിച്ചിട്ട്, നത്വ നമസ്കരിച്ചിട്ട്. ഇതിനൊക്കെ എന്താ ഇങ്ങനെ ചില സമ്പ്രദായങ്ങളുണ്ട്. അപ്പം ഇതിന് കത്വാന്തെന്നാ പറയുക. ഒന്നും കേട്ട് പേടിക്കണ്ട. അപ്പം ഇവിടെ ഇപ്പം എന്താ പറഞ്ഞത്? ഹത്വ എന്ന് പറഞ്ഞാൽ കൊന്നിട്ട്. ഹത്വ എന്ന് പറഞ്ഞാലോ? ഹത്വ എന്ന് പറഞ്ഞാൽ കൊന്നിട്ട്. ഹത്വ എന്ന് പറഞ്ഞാലോ? അതിൻ്റെ ഹത്വ എന്നുള്ളതിൻ്റെ വിപരീതമാണേ എന്താ? ഹത്വ. അപ്പം ഗുരുനാഥന്മാരെ, മഹാനുഭാവന്മാരായ ഈ ഗുരുനാഥന്മാരെ കൊല്ലാതെ കണ്ട്, അവരെ കൊല്ലാതെ, കൊന്നിട്ടല്ല, കൊല്ലാതെ ഇഹ വച്ചാൽ ഇവിടെ, ഇഹലോകം എന്ന് കേട്ടിട്ടില്ലേ? ഇഹലോകം എന്താർത്ഥം? ഈ ലോകം. അപ്പം ഇനിയിപ്പോൾ വേറെ ഏതാ ലോകം? പരലോകം. വേണ്ട. പരലോകം പറഞ്ഞാൽ ഇഹ പരം. ഇഹ ച ഇവിടുത്തെ, പരം ചൽ ഇവിടുത്തെ അല്ല, വേറെ പരമായത്, ഇതിൻ്റെ അപ്പുറത്തുള്ളത്, മതിലിൻ്റെ അപ്പുറത്തല്ല. നമ്മളിപ്പം ഈ പെരുമാറുന്നതിൻ്റെ അപ്പുറത്തൊരു ലോകം ഉണ്ടെന്നാണല്ലോ വെച്ചിട്ടുള്ളത്. അതാണ് പരലോകം. പരലോകത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാണ്. നമുക്ക് ഈ ലോകത്ത് തന്നെ മതിയായിട്ടില്ല. പിന്നെ ഇനി അവിടുത്തേത്. അപ്പം അപ്പം ഈ ലോകേ, ഈ ലോകത്തിൽ, ഇഹ ലോകേ പറഞ്ഞാൽ ഇഹലോകേ തന്നെയാണ് അർത്ഥം. ഇഹ ലോകേ, ഈ ലോകത്തിൽ ഭൈക്ഷ്യം. ഭൈക്ഷ്യം ഭിക്ഷ എന്ന് കേട്ടിട്ടുണ്ടോ? ഭിക്ഷ. എന്ത് ഭിക്ഷ പറഞ്ഞാൽ? ഭിക്ഷ എന്ന് പറയില്ലേ? ഭിക്ഷയില്ല, പിച്ച എന്ന് കേട്ടിട്ടില്ലേ? പിച്ച ചെന്നാ ഈ ഭിക്ഷയാണ് നമ്മുടെ നാട്ടിൽ പിച്ച ചെയ്ത്. പിച്ചക്കാരൻ എന്ന് പറയില്ലേ? പിച്ചക്കാരനല്ല ശരിക്ക്, ഭിക്ഷക്കാരനാണ്. അതെങ്കിലും വൃത്തിയിൽ പറഞ്ഞു. ഭിക്ഷക്കാരാ, നേരെ വരൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ പോയിക്കോളും. ആര് അക്ഷരമൊക്കെ കേട്ട് പേടിച്ചിട്ടേ അങ്ങനെയുണ്ട്. ഭിക്ഷക്കാരൻ. അപ്പം അവിടെ തന്നെ ഭിക്ഷക്കാരൻ വന്നു. അപ്പം പണിക്കാരൻ്റായിരുന്നു മിറ്റത്ത് വെക്കണു. അവിടെ ഒന്നുമില്ല, അപ്പോൾ പാപ്പാ ഓടിച്ചു വിട്ടുകാരെ ഭിക്ഷക്കാരൻ ഇങ്ങനെ പോകുമ്പോൾ മുതലാളി മൂത്തിരിക്കുന്നുണ്ട്. മുതലാളി ഇങ്ങനെ നോക്കി. മുതലാളി പറഞ്ഞു, ഇങ്ങോട്ട് വാടോ, നീ പോടാ, നീ ആരാ പറയാൻ? പാപ്പാ ഇവിടെ ഇല്ലോ ഇല്ല പറയാം, നീ ആരാ? പാപ്പാ പണിക്കാരനെ ഓടിച്ചു. വരൂ എന്നും പറഞ്ഞു. അപ്പം ആ ഭിക്ഷക്കാരൻ വലിയ സന്തോഷമല്ല. മുതലാളി പണിക്കാരൻ മഹാ ഏട്ട ആണ്, ഓടിച്ചില്ലേ? അപ്പോൾ ഭിക്ഷക്കാരൻ എന്ത് ചെയ്തു? മുതലാളി പറഞ്ഞു, ഇങ്ങോട്ട് വരും. മുതലാളി പറഞ്ഞു, സാറേ എന്താണ്? ഇവിടെ ഒന്നുമില്ല, പോയിക്കോളൂ. ആര് പറഞ്ഞു? മുതലാളി പറഞ്ഞു, പോയിക്കോളൂ. അപ്പോൾ അതല്ലേ പണിക്കാരൻ പറഞ്ഞത്? ഇവിടെ ഒന്നുമില്ല എന്ന് പറയേണ്ടത് അവനല്ല, ഞാനാ പറയേണ്ടത്. അവൻ ആരവിടെ പണിക്കാരനല്ലേ? ഞാൻ പോയിക്കോളൂ. ഭിക്ഷക്കാരൻ പോയി. അങ്ങനെ ഉണ്ടല്ലേ? ഇതൊന്നും പ്രയോഗിക്കരുത് കേട്ടോ, ഓരോ വിദ്യകളെ. ഭിക്ഷ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഭിക്ഷ അതൊക്കെ നമുക്കറിയില്ലേ? അതാണ് ഈ ഭിക്ഷയാണ് മലയാളത്തിൽ പിച്ച ചെയ്തും പിച്ചക്കാരനായതും പിച്ച തണ്ട എന്നൊക്കെ പറയില്ലേ? ഈ തണ്ട എന്നുള്ള വാക്ക്, ഇതൊക്കെ സംസ്കൃത വാക്കുകളുടെ പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിലൊരു മഹാമോശം വാക്കാണ് എന്ത്? മൈക്ക് കൂടി പറയണ്ടല്ലോ, മൈക്കില്ലാത്തവർ പറഞ്ഞോളൂ. ചീത്ത വിളിക്കുമ്പം പറയില്ലേ? അങ്ങനെ പറയാറില്ലേ? അത് വാസ്തവത്തിൽ ചീത്ത വാക്കല്ല ഇത് എന്ന് ഇരിച്ചിനി എല്ലാവരും പറയാൻ നിൽക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കൊന്നും ഇഷ്ടാവില്ല. ഈ നമ്മൾ തെണ്ടി പറയില്ലേ? അത് അർത്ഥം എന്താണെന്നറിയൂ? ശരിക്കും ഈ സന്യാസിമാരുടെ കയ്യിൽ, ബ്രഹ്മചാരിമാരുടെയൊക്കെ കയ്യിൽ, ചില സന്യാസ സമ്പ്രദായക്കാരുടെ കയ്യിൽ ഒരു വടി കണ്ടിട്ടില്ലേ? ദണ്ടുള്ളവർ. ബ്രഹ്മചാരിക്ക് ദണ്ടുണ്ടാവും. ബ്രഹ്മചാരി പറഞ്ഞാൽ ഓന്നയനം കഴിഞ്ഞാൽ ദണ്ട് ഉണ്ടാവില്ല, അവർക്ക് ദണ്ട് ഉണ്ടാവും. ഓന്നയന കാലത്ത് ദണ്ട് ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഭിക്ഷ യാചിച്ചിട്ടാണ് ജീവിക്കുക. ബ്രഹ്മചാരിക്ക് പഠിക്കണ കാലത്ത് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലും ചെന്നെന്തെങ്കിലും ഭിക്ഷ കിട്ടിയിട്ട് നേരെ ആഹാരം കഴിച്ചിട്ട് അയാൾ കഴിയുക. സന്യാസിക്കും സ്വന്തമായിട്ടൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും? പല ദിക്കിലും പോയിട്ട്
എന്തെങ്കിലും കിട്ടിയത്. അപ്പം ഭിക്ഷയ്ക്ക് പോണതിന് പണ്ടൊക്കെ കഥയുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഒരു ദിക്കിലേ ഭിക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ, ഒരൊറ്റ ദിക്കിൽ. എവിടെ? ഒരു വീട്ടിലേക്ക് ഭിക്ഷയ്ക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് എന്താ കിട്ടിയത് വെച്ചാൽ അതേ അന്നത്തെ ആഹാരം കഴിക്കാവൂ. ചിലർ 2 പറ ചോറുണ്ട് അവിടെ ഇരുന്നുണ്ട് ചാവുക. അല്ലെങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഇത്തിരി ഇതെന്നുള്ള വെച്ചാൽ അന്ന് അതേ വേണ്ടു. എളുപ്പമല്ല. ഞാൻ ഇതൊന്നും കേട്ടിറങ്ങാൻ നിൽക്കണ്ടാച്ചിട്ടാ പറഞ്ഞത്. എന്തിന്? എളുപ്പമല്ല എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് തോന്നുന്നു തിരക്കേടില്ല എന്നൊക്കെ. ഇപ്പോഴത്തെ നോക്കണ്ട. ഇപ്പൊക്കെ കിട്ടി അവിടുന്ന് ഒന്നും തന്നില്ല. അവിടുന്ന് തന്നില്ലല്ലേ, അവളങ്ങനെയാണ് എന്നാ ഇവിടുന്ന് കൂടെയോളൂ. അത് ഇവിടെ പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടേ. അപ്പോൾ പിച്ചക്കാരനത് അറിയുകയും ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ആ മനഃശാസ്ത്രപരമായ സമ്പ്രദായമാണ്. അതിലൊന്നും കാര്യം അങ്ങനെയൊന്നും പറ്റില്ല. ഇപ്പം ഇവിടുന്ന് ഇപ്പം എന്തേ കൊടുത്തു വെച്ചാൽ അതാണ് അന്നത്തെ ആഹാരം. പിന്നെ അന്ന് ഭിക്ഷയില്ല, അന്നൊന്നുമില്ല. പിന്നെ അത് കഴിക്കാൻ പറ്റില്ല. അതാണ് കുറേ കിട്ടിയാൽ നന്നായി, കുറച്ചേ കിട്ടിയില്ല വെച്ചാൽ അത്രയേ ഉള്ളൂ. ഒക്കെ ഭിക്ഷ നമ്മൾ ഭിക്ഷയ്ക്കൊക്കെ വ്യവസ്ഥയുണ്ട്. അല്ലാതെ ഇന്നൊക്കെ അപ്പം ഇങ്ങനെ പിച്ചക്കാരൊക്കെ ചിലരെ കണ്ടാൽ നമ്മളെക്കാൾ ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ അവൻ്റെയൊക്കെ കുടുംബത്ത് പോയി ഞെട്ടി. നമ്മുടെയൊക്കെ കുടുംബത്ത് വന്ന ആൾക്കാരോ കഷ്ടം തോന്നും. അവൻ്റെയൊക്കെ കുടുംബത്ത് പോയി 2 നില മാളികയും 3-4 കാറും. നമ്മളൊരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വരുന്നില്ലേ അവിടേക്ക്? എന്താ കഴിഞ്ഞാണോ പോയി അതിൻ്റെ കാശ് കൊടുക്കാത്തതുകൊണ്ട് ഇല്ലേ? മനസ്സിലായില്ലേ? അപ്പം അവരൊക്കെ നല്ല പത്രത്തിലൊക്കെ വായിച്ചിട്ട് നല്ല വലിയ പ്രാപ്തിയുള്ള കൂട്ടരെ ചിലരെ എന്നൊക്കെ ഇതന്നെ ഉദ്യോഗമാക്കി വരട്ടെ. അപ്പം ആരെങ്കിലും കഷ്ടത്തിലായിട്ട് ഇറങ്ങി നടക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഉദ്യോഗമാക്കി ജീവിക്കണവരുണ്ട്. ഇതന്നെ ഒരു ജോലി. നമ്മളൊക്കെ രാവിലെ കുപ്പായിട്ട് പണിക്ക് പോവില്ലേ? അതുപോലെ ഇപ്പം പോവുക അങ്ങോട്ട്. അതൊരു ജോലിയാണ്. അതല്ല ഇവിടെ പറഞ്ഞത്. അപ്പം അങ്ങനെ ബ്രഹ്മചാരികളും സന്യാസിമാരും പണ്ട ജീവിക്ക് ഇങ്ങനെ എന്തെങ്കിലും. അപ്പം അങ്ങനെ ഒരു ബ്രഹ്മചാരി ദണ്ടുള്ള ആൾ വരുമ്പം പറയും ഒരു ദണ്ഡി വരുന്നു. ദണ്ടുള്ളവെന്ന്. ദണ്ഡ് അസ്യ അസ്ഥി ദണ്ഡി ചർത്ഥം ബ്രഹ്മചാരി എന്ന് അർത്ഥമുണ്ട്. പണ്ട് ബ്രഹ്മചാരിമാരെയൊക്കെ വലിയ ബഹുമാനമാണ്. പഠിക്കുന്ന കുട്ടികളൊക്കെ വലിയ ആര് വന്നാലും ഇന്ന് കൊടുക്കും. ഏത് വീട്ടിൽ വന്നാലും കൊടുക്കും. ശങ്കരാചാര്യ സ്വാമികൾ പണ്ട് ഇതുപോലെ ബ്രഹ്മചാരിയായിട്ടിരിക്കുന്ന കാലത്ത് ഭിക്ഷയ്ക്ക് പോയപ്പം ഇല്ലത്തൊന്നും കൊടുക്കാനില്ലാണ്ട വന്നിട്ട് അമ്മ ഭാഗത്തൊക്കെ നോക്കിയിട്ട് ഒന്നും കൊടുക്കാനില്ലാണ്ട വന്നു. ഇങ്ങനെ ഉണ്ണികളൊന്നും ഇല്ല എന്ന് പറയുക. ഉണക്ക നെല്ലിക്ക കൊണ്ടുപോയി കൊടുത്ത ഓർമ്മയില്ലേ? ആ ഉണക്ക നെല്ലിക്ക ഉള്ളു ഉണ്ണി ഇവിടെ ഇതേ ഉള്ളൂ. അപ്പോൾ അമ്മയുടെ കണ്ണീരും കഥയും കഷ്ടപ്പാടും വിഷമവും വേവലാതിയും നിലവിളിയൊക്കെ കണ്ടപ്പം ശങ്കര ഭഗവത്പാദർ മഹാകേമനല്ലേ, അദ്ദേഹം പാവ ഇല്ലത്ത് അതിഥിയല്ലേ നിരീക്ഷിച്ചിട്ട് അവിടെ നിന്ന് നിപ്പിന് എന്ത് ചെയ്തു? മഹാലക്ഷ്മിയെ അങ്ങോട്ട് സ്തുതിച്ചു. ധനത്തിൻ്റെ ദേവതയാണല്ലോ. അംഗം ഹരേ അമ്പോ എന്ത് കേമായിട്ട്. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃത അഖില വിഭൂതിരപങ്കലീല മാംഗല്യദാസ്തു മമ മംഗളദേവതായാ. അതാണ് എന്താ ഈ അപ്പോൾ എന്തല്ലേ ഗംഭീരം. അതങ്ങോട്ട് ലക്ഷ്മി സ്തവം, ലക്ഷ്മി സ്തുതി. അപ്പോൾ കനകധാരാസ്തവം, കല്യാണ വൃഷ്ടിസ്തവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് ചെല്ലിയപ്പോഴേക്കും നെല്ലിക്ക ഇങ്ങനെ സ്വർണ്ണ നെല്ലിക്ക ഇങ്ങനെ വീണു എന്നാ പറയുക. ഗംഭീരമായിട്ട്. ആ മനയാണ് എന്താ സ്വർണ്ണത്ത് മന നേടില്ലേ? ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ വലിയ കേമന്മാരാണ് അവർ. അവരുടെ ഒരു പഞ്ചായത്ത് മുഴുവനും ഉണ്ട് അവരുടെ. ഇല്ല അത്രയ്ക്ക് പണ്ടേ കഷ്ടപ്പെട്ട സ്വാമിയാരെ അനുഗ്രഹിച്ച ശേഷം അവർ വലിയ. അപ്പം ഭിക്ഷ ബ്രഹ്മചാരിമാർ ഭിക്ഷയ്ക്ക് പോവുക എന്നുള്ള സമ്പ്രദായം ഉണ്ട്. സന്യാസിയും. അപ്പോൾ ഒരു ബ്രഹ്മചാരി കുടുംബത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമായിട്ട്. ഒരു സന്യാസി നമ്മുടെ കുടുംബത്തൊക്കെ വന്നു ഭിക്ഷയ്ക്ക് വന്നു പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കൊടുത്തു പറഞ്ഞൊരു വലിയ മഹിമയായിട്ടാകൂട്ടെ. അപ്പോൾ ഒരു സന്യാസി വന്നു. അപ്പോൾ നമ്മൾ ആരെയും വന്നിട്ടുണ്ടോ? അടയ്ക്ക് വാതിലടയ്ക്ക് ഉണ്ടേനി. കുറ്റം പറയല്ല. കള്ളന്മാരുടെ ഒക്കെ വേഷം ഇപ്പം അതാണേ. പറയാൻ പറ്റില്ല കള്ളനാണോ നല്ലതൊന്നും പറയാൻ പറ്റാത്ത കാലമായി. അന്നൊന്നും അങ്ങനെയില്ല. അന്നൊക്കെ കുറേ ഈ മഹിമയും ധാർമ്മികതയും ആളുകൾക്ക് ഇത്ര കള്ളത്തരമൊന്നും ഇല്ലാത്ത കാലമായതുകൊണ്ട് ഭിക്ഷയ്ക്കായിട്ട് പറഞ്ഞ സന്യാസി ആയിക്കോട്ടെ ഈ ബ്രഹ്മചാരി ആയിക്കോട്ടെ അവരൊക്കെ വലിയ ഭക്തിയോടെ ബഹുമാനിക്കും. അപ്പോൾ ഒരു ദണ്ഡി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുണ്ട്? ബ്രഹ്മചാരി എന്നും അർത്ഥമുണ്ട്, സന്യാസി എന്നും അർത്ഥമുണ്ട്. അതായത് മഹാത്മാവ് വരുന്നു എന്നാ വാക്കിൻ്റെ അർത്ഥം. അപ്പം ദണ്ഡി അർത്ഥം എന്താ? ഇങ്ങനെ ഓരോ ദിക്കിൽ നിന്ന് ഭിക്ഷ യാചിച്ച് ജീവിക്കുന്ന ആളെന്ന്. നമ്മുടെ നാട്ടിലിപ്പോൾ ആ പേര് പറഞ്ഞ എന്താ അർത്ഥം? സ്വന്തമായിട്ടൊന്നും ഇല്ലാണ്ട് കണ്ടവൻ്റെ കഥ കൊണ്ട് ജീവിക്കണമെന്ന് അർത്ഥമല്ലേ ഉണ്ടാക്കുന്നത്? അതാണ്. അത് തകാരത്തിന് പകരം ഈ തമിഴിലേക്ക് ദകാരം തകാരാവേ. ദണ്ഡി എന്ന് പറഞ്ഞൊരു ആചാര്യ ഉണ്ടായിരുന്നു, സംസ്കൃത ശാസ്ത്രകാരനായിട്ടേ. ദണ്ഡി കാവ്യാദരിശം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടൊരു ആചാര്യ ദണ്ഡി എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യക്കാരനായിരുന്നു. ഈ തെക്കേ ഇന്ത്യക്കാരനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തമിഴനായിരുന്നു എന്നാ പറയുന്നത്, തമിഴ്നാട്ടുകാരനാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരൊരു വ്യാകരണം പുസ്തകത്തിൻ്റെ പേര് പറയും തമിഴിൽ തണ്ടി വ്യാകരണം എന്നാണ് പറയുക. എന്താ പറയുക? തണ്ടി വ്യാകരണം. തണ്ടിച്ച ദണ്ഡി. അവർക്ക് ദകാരമൊന്നുമില്ല. തമിഴർക്ക് ദകാരമില്ലല്ലോ, തകാരയുള്ളൂ. അവർക്ക് ത ന പ മ ഈ 2 അക്ഷരമേ ഉള്ളൂ. നമുക്ക് എത്ര ഉണ്ട്? നമുക്ക് എത്ര ഉണ്ടായാലും നമുക്ക് പത്രയ്ക്ക് തന്നെ ഉള്ളൂ പറയുമ്പോഴൊക്കെ. അക്ഷരമൊക്കെ കുറേ കടലാസിലുണ്ട്, ശരിയല്ലേ ഇത്?
പക്ഷേ തമിഴർക്ക് കടലാസിൽ എത്രയേ ഉള്ളൂ, പറയുമ്പോഴും എത്രയേ ഉള്ളൂ. നമ്മളൊക്കെ അങ്ങനെയല്ല. നമ്മളൊക്കെ അപ്പം എഴുതാനൊക്കെ കുറേ ഉണ്ട്. ഇപ്പം പറയുമ്പോഴൊക്കെ എല്ലാം കുഴന്ന് പറയെങ്കിലും അത് നമ്മുടെ എന്തല്യായാണ്. അപ്പം അങ്ങനെയാണ് ഈ തണ്ടി അല്ലെങ്കിൽ ഈ ദണ്ഡി സ്വാമികളെയാണ് എന്ത് പേരിൽ പറയാൻ തുടങ്ങിയത്? മലയാളത്തിലെ ചീത്തപ്പേരായിട്ട്. അത് കുറേ കാലം കഴിയുമ്പോൾ ഓരോന്നിങ്ങനെ പേര് മാറി സ്ഥാനം മാറി ചീത്തപ്പേരായിട്ട് തീരും ചിലതൊക്കെ. നല്ല പേരായിരിക്കും ചീത്തപ്പേര്. അതുപോലെ വേറൊരു പ്രയോഗം കൂടെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് 11ാമത്തെ ശ്ലോകം പറയുമ്പം പറയാം. ഓരോ വാക്കുകൾ കാലവും സ്ഥാനവും സമ്പ്രദായവും മാറുമ്പോൾ അർത്ഥം മാറി പ്രയോഗിച്ച് ആ വാക്ക് പിന്നെ ഈ അതിൻ്റെ സ്വന്തം അർത്ഥത്തിൽ നിന്നേ മാറിപ്പോവും. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ എന്തേ പറഞ്ഞു വെച്ചാൽ, മഹാനുഭാവാൻ ഗുരൂൻ അഹത്വ, മഹാത്മാക്കളായ ഗുരുനാഥന്മാരെ കൊല്ലാതെ കണ്ട് ഇഹ ലോകേ, ഈ ലോകത്തിൽ ഭൈക്ഷ്യം ഭിക്ഷ എടുത്തിട്ട് ഭോക്കുത്തും കഴിക്കണത് പോലും ശ്രേയ ഹി, അതല്ലേ കേമം. ഈ ഗുരുനാഥന്മാർ മഹാത്മാക്കളായ ഗുരുജനങ്ങളെ കൊല്ലാതെ കണ്ട് ഈ ലോകത്തിൽ പിച്ച തണ്ടി നടന്നുണ്ണണതല്ലേ ഇതിനേക്കാളും ഭേദം എന്ന്. നല്ല നാടൻ ഭാഷ. എന്താ, ഇവരെയൊക്കെ കൊന്നിട്ട് കൊട്ടാരത്തിലിരുന്ന് രാജ്യം വാഴണതിനേക്കാളും ഭേദമല്ലേ ഇവരെയൊന്നും കൊല്ലാതെ പിച്ച തണ്ടി അങ്ങാടിയിലോ അവിടെ എവിടെയും നടന്ന് എന്തെങ്കിലും കിട്ടിയത് വാരിയുണ്ട് നടക്കണത്, അതിലും ഭേദമല്ലേ? ആര് ചോദിക്കാണ്? മനസ്സിലായി അർജുനൻ്റെ ഒരു വ്യത്യാസം. അതാ പറഞ്ഞത്, മഹാനുഭാവാൻ ഗുരൂൻ അഹത്വ, മഹാത്മാക്കളായ ഗുരുനാഥന്മാരെ കൊല്ലാതെ കണ്ട് ഇഹ ലോകേ, ഈ ലോകത്ത്, ഇവിടുത്തെ ലോകത്ത് ഭൈക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭിക്ഷ എടുത്ത് കിട്ടണ ആഹാരത്തിന് എന്ത് പറയുക? ഭൈക്ഷ്യം. അപ്പം ഭിക്ഷ എന്ന് പറഞ്ഞാൽ ഈ പ്രവൃത്തിക്കാൻ എന്ത് പറയുക? ഈ എരന്ന് വാങ്ങണതിനാണ് ഭിക്ഷ. കിട്ടിയിട്ടില്ല ആഹാരത്തിൻ്റെ പേരാണ് എന്താ? ഭൈക്ഷ്യം. അപ്പോൾ ഭൈക്ഷ്യം എന്ന് പറഞ്ഞാൽ അപ്പം അർത്ഥം എന്ത് പറയണം? ഭിക്ഷാന്നം വെച്ചാൽ ഭിക്ഷ എടുത്ത് കിട്ടണ ആഹാരം. ഇഹ ഇവിടെ ഭൈക്ഷ്യം ഭോക്കുത്തും എന്ന് പറഞ്ഞാൽ ഭിക്ഷ ആഹാരം കഴിക്കണത് പോലും എന്താണ്? ശ്രേയ ഹി, ശ്രേയസ, അതാണ് നന്മ. ഇവരൊന്നും കൊല്ലണ്ടല്ലോ, നമ്മൾ സഹിച്ചാൽ മതിയല്ലോ. ഉണ്ടോ? ഇതാണ് പറയാണ്ട് ലേശം അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് അർജുനൻ പറയാണ് ഹി, അതന്നെയാണ് നല്ലത്. ആ ഹി എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കാനാണേ. നമ്മൾ ചില കാര്യങ്ങൾ പറയില്ലേ, കണ്ണോട്ടനല്ലേ, ചെന്താർത്ഥം കണ്ണ് പൊട്ടനാകുന്നു എന്ന് പറയണതും ആൾ കണ്ണോട്ടനല്ലേ എന്ന് പറഞ്ഞ എന്താർത്ഥം? രണ്ടാമത്തെ വാചകത്തിന് എന്താർത്ഥം? അയാൾ കണ്ണ് പൊട്ടനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ എന്നാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മളപ്പോൾ അദ്ദേഹം പിന്നെ എന്താ പറയുക, അദ്ദേഹം സുന്ദരനാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മളങ്ങനെ പറഞ്ഞു സുന്ദരനാണ് എന്ന് പറഞ്ഞ അത്ര തന്നെയുള്ളൂ. വേറെ കേട്ടൊക്കെ മനസ്സിലായി സുന്ദരനാണ്, അത്ര അയാൾ നല്ല സുന്ദരനാണല്ലോ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതൊരു പ്രസിദ്ധമായ കാര്യമാണല്ലോ. അദ്ദേഹം വലിയ സുന്ദരനാണെന്നുള്ള കാര്യം ഇപ്പം എനിക്ക് മാത്രമല്ല നിങ്ങൾക്കൊക്കെയും സമ്മതമുള്ള കാര്യമല്ലേ എന്ന് പറയാനാണ് അതാ പറയുന്നത്. അപ്പോൾ ഇവിടെ ഹി എന്നുള്ള പ്രയോഗം അതാണ്. എന്ത്, ചില ഭാഷാപ്രയോഗങ്ങളെ അർത്ഥത്തിന് വലിയ വെളിച്ചുണ്ടാക്കി. അതാ പറഞ്ഞത്, ഈ ഗുരുനാഥന്മാർ മഹാത്മാക്കൾ ഇരിക്കണവരെയൊക്കെ കൊല്ലാതെ പിച്ച് തൻ്റെ നടങ്ങി ഊണ് കഴിക്കാച്ചാൽ അതല്ലേ കേമം. നിങ്ങൾക്ക് അങ്ങേക്ക് അറിയാത്ത കാര്യമാണ് അപ്പോൾ അത് പ്രസിദ്ധമാണല്ലോ എന്ന്. ഏത്, ഇവരൊന്നും കൊല്ലാതെ ഭിക്ഷ എടുത്ത ആഹാരം കഴിക്കുന്നത് പോലും ശ്രേയസ്സാണ് എന്നൊക്കെ. അപ്പം അങ്ങേക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ ഞാൻ? എന്നുവെച്ചാൽ എന്താ അർത്ഥം? അത്രയ്ക്ക് പ്രസിദ്ധമായ വിഷയമല്ലേ എന്ന്. മനസ്സിലായില്ലേ പറഞ്ഞത്? അതാണ്. എന്നിട്ട് പറയണേ, എന്നിട്ട് ഒന്നും കൂടി ഉണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. എങ്ങനെയാണെന്നറിയോ? ഹത്വാർത്ഥകാമാംസ്തു ഗുരുനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. അതാ പറഞ്ഞത്. ഹത്വ, കൊന്നിട്ട്. ആരെ? അർത്ഥകാമാൻ ഗുരുൻ. ആരെ കൊന്നിട്ട്? ഗുരുൻ, ഗുരുക്കന്മാരെ കൊന്നിട്ട്. എങ്ങനെയുള്ള ഗുരുക്കന്മാരെ? അതാ നന്നായിരുന്നു. നേരത്തെ പറഞ്ഞ ഗുരുക്കന്മാരെങ്ങനെയുള്ള ഗുരുക്കന്മാരായിരുന്നു? നേരത്തെ പറഞ്ഞത് മഹാനുഭാവാൻ എന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ ഗുരുക്കന്മാരാരാണ്? ശ്രദ്ധിക്കണേ. അതാ പറഞ്ഞത്, അർത്ഥകാമാൻ
അപി ഗുരൂൻ അർത്ഥകാമന്മാരാണെങ്കിൽ പോലും ഗുരുക്കന്മാരെ. അർത്ഥകാമൻ എന്ന് പറഞ്ഞാൽ അർത്ഥം വെച്ചാൽ അർത്ഥം, സമ്പത്ത്, സമൃദ്ധി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അർത്ഥകാമന്മാർ എന്ന് പറഞ്ഞാലോ അർത്ഥത്തെ കാമിക്കുന്നവർ, സമ്പത്തിനെ മോഹിച്ച് സമ്പത്തിനോടൊക്കെ താല്പര്യമൊക്കെ ആയിട്ട് ഈ പല ജാതി സമൃദ്ധികളൊക്കെ താല്പര്യം ആർത്തിയൊക്കെ ഉള്ള കൂട്ടർ. അപ്പോൾ അർത്ഥകാമാൻ അപി അർത്ഥകാമന്മാരായവരാണെങ്കിൽ പോലും ഗുരൂൻ ഗുരുക്കന്മാരെ ഹത്വ കൊന്നിട്ട്. ഗുരുക്കന്മാർ വാസ്തവത്തിൽ അർത്ഥകാമന്മാരുണ്ടാവുമോ? അർത്ഥകാമന്മാരാണെങ്കിൽ പിന്നെ ഒരു ഗുരുക്കന്മാരാവുമോ? അർജുനൻ എന്താ പറഞ്ഞത്? അർത്ഥകാമന്മാരാണെങ്കിൽ പോലും ആ ഗുരുക്കന്മാരെ കൊന്നിട്ട് ഇഹ ഏവ ഇവിടെ തന്നെ വെച്ചാൽ ഈ ലോകത്ത്. നേരത്തെ പറഞ്ഞത് ഇഹ ലോകേന്ന് എടുത്ത് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇഹ പറഞ്ഞ ഈ ലോകത്ത് തന്നെ. ഈ ലോകത്ത് രുധിര പ്രതിഗ്ധാൻ ഭോഗാൻ ഭുഞ്ചീയ. ഭുഞ്ചീയ പറഞ്ഞാൽ അത് കഴിക്കുക, ഭുഞ്ചീയ പറഞ്ഞാൽ ഭുജിക്കാം, ഭുജിക്കാൻ പറഞ്ഞാൽ അത് കഴിക്കുക. എന്ത് കഴിക്കുക? നമുക്ക് ഇഹ ഈ ലോകത്തിൽ രുധിര പ്രതിഗ്ധാൻ. അത് പറയാം, പരിചയമില്ലാത്ത വാക്കാ. രുധിര പ്രതിഗ്ധാൻ. രുധിരം ചർച്ച എന്താ? രുധിരം രുധിരം എന്ന് കേട്ടിട്ടില്ലേ? രുധിര ഭദ്രകാളി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? ഇല്ലേ? ഉത്രാളി എന്ന് കേട്ടിട്ടുണ്ടോ? ഉത്രാളിക്കാവ്. ആ വടക്കാഞ്ചേരി അടുത്ത ഒരു ഉത്രാളിക്കാവ് ഉണ്ടല്ലേ? ഉത്രാളിക്കാവ്. ഉത്രാളി എന്നല്ല, രുധിര ഭദ്രകാളി എന്നാണ്. രക്തേശ്വരി, രക്തഭദ്രകാളി എന്നൊക്കെ പറയില്ലേ? അങ്ങനെ രുധിരം. ഈ രുധിര ഭദ്രകാളിയാണ് എന്താ ചെയ്ത്? രുധിരകാളി ഉത്രാളി അങ്ങനെ ഉത്രാളി ചെയ്തു. ഉത്രാളിയല്ല, രുധിര ഭദ്രകാളി അമ്മയാണ്, ഭഗവതിയാണ്, ഭാഗേമിയാണ്. അപ്പോൾ അടുത്ത് കണ്ടില്ലേ വയലിലിങ്ങനെ ഭാഗേമ അവിടുത്തെ പൂരം. ഓ, ഇന്ത്യ രാജ്യം മുഴുവൻ കുലുങ്ങും. ഇത്ര ആനയുണ്ടാവും. വലിയ വെട്ടിക്കെട്ടൊക്കെ ഇങ്ങനെ ആ റെയിലിൻ്റെ മുകളിൽ നോക്കിയാൽ കാണാം. ആ റെയിൽ പോകുമ്പോൾ കാണാം വലത്തോ ആ ഭാഗത്ത് റെയിലിൻ്റെ വശത്ത് പാടത്ത് ചെറിയൊരു അമ്പലമാണ്. ഈ ഞാറൊക്കെ നിറഞ്ഞ പാടല്ലേ എന്നൊക്കെ പോയിട്ടുണ്ടാവും ചിലർ. രുധിരം എന്ന് പറഞ്ഞാൽ രുധിരം എന്ന് പറയുമ്പം ഈ ഉത്രാളി ഭഗവതിയെ മറക്കണ്ട. അപ്പോൾ ഈ വാക്ക് മറക്കില്ല. എന്താ? രുധിരം രക്തം. രുധിരപ്രതിഗ്ധാൻ എന്ന് പറഞ്ഞാൽ രുധിരപ്രതിഗ്ധം രക്തം പുരണ്ട. രക്തം പുരണ്ട ഭോഗാൻ ഭോഗങ്ങളെ ഭുജിക്കാം. രക്തം പുരണ്ട ഭോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ചോര പരട്ടി കഴിക്കുകയെന്ന്. അതല്ല, അതിൻ്റെ ശൈലി ഏതാണ്? പാപപങ്കിലമായ ആ കൈകളിൽ ഏത് അയാളുടെ കൈ നല്ല വെളിവിൽ തന്നെ ഇരിക്കണം. നമ്മളെ കയ്യ പിന്നെയും കറുകറുന്നേ. കാരണം എന്താ? ഈ കായ നുറുക്കിയിട്ടൊക്കെ എന്താ രാവിലെ കൂട്ടാൻ വയ്ക്കാൻ കായ നുറുക്കുമ്പോൾ ആ കയ്യെ ഒക്കെ കുറച്ച് നിറണ്ടായല്ലേ ഒക്കെ ഉണ്ടാവും. മറ്റവനാണെന്ന് വെച്ചാലോ ഈ ഉണ്ട് മാത്രം ശീലമുള്ളവനെ നല്ല നിറ. എന്താ കാരണം? നുറുക്കൊന്നും വേണ്ടല്ലോ, നല്ല വെളിവിൽ തന്നെയുള്ള സുന്ദരമായ കയ്യെ. എന്നാലും നമ്മൾ പറയാം കയ്യിക്ക് നോക്കിയിട്ട് പാപപങ്കിലമായ ആ കയ്യെ പറഞ്ഞ എന്താർത്ഥം? അയാളുടെ കയ്യിലെന്തോ കറയുണ്ടെന്നാ? പാപത്തിൻ്റെ കറപുരണ്ട കൈകളിലേക്ക് നോക്കൂ എന്നൊക്കെ രാഷ്ട്രീയക്കാർ പറഞ്ഞിട്ടില്ലേ? നമ്മൾക്കൊന്നും മനസ്സിലാകും. നമ്മൾ കൈക്ക് നോക്കി നമ്മുടെ കയ്യിലൊന്നുമില്ല. പഴയ വര കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്, കഷ്ടപ്പാട് കൂടിയപ്പോഴേ എന്ത് അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ അതല്ല ഈ പാപപങ്കിലമായ കൈകളിലേക്ക് അങ്ങനെ പറഞ്ഞാൽ എന്താർത്ഥം? അപ്പോൾ കയ്യിൽ എന്തെങ്കിലും ഉണ്ട്, കറയുണ്ടെന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിന് പ്രവൃത്തികളൊക്കെ അതൊക്കെ ക്രൂരമായ പ്രവൃത്തികളായിരുന്നു എന്ന് പറയാനാണ് ഈ ചോര പുരണ്ട കൈകൾ എന്ന് പറയുന്നത്. ചോര പുരണ്ട കൈകൾ എന്ന് പറഞ്ഞാൽ ക്രൂരമായ പ്രവൃത്തി ചെയ്യണമെന്നല്ലേ അർത്ഥം? കൈകൊണ്ടല്ലേ നമ്മൾ ഓരോ പണി ചെയ്യുക. ഇപ്പോൾ പാപകർമ്മങ്ങൾ ചെയ്ത് ശീലിച്ചവനെയാണ് ഇപ്പോൾ ഈ ചോര പുരണ്ട കയ്യെ, പാപപങ്കിലമായ കയ്യെ എന്നൊക്കെ പറയുന്നത്. അതേ അർത്ഥത്തിലാണ് എന്ത് പറയുന്നത്? ചോര പുരണ്ട സുഖഭോഗങ്ങൾ അനുഭവിക്കും. ചോര പുരണ്ട സുഖഭോഗങ്ങൾ പറഞ്ഞ് ഇവരെയൊക്കെ കൊന്നിട്ട് കിട്ടിയിട്ടുള്ള ഈ ലോകം അല്ലാണ്ട് സുഖഭോഗത്തിൽ ചോര പുരണ്ടു എന്നല്ല. ചിലതൊന്നും വാച്യമായ അർത്ഥം എടുക്കരുത്. വാച്യമായ അർത്ഥം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പറഞ്ഞ അർത്ഥം മത്തങ്ങ തല എന്താ അർത്ഥം? നമ്മളിങ്ങനെ ആലോചിക്കുക, വള്ളിയുമ്പിൽ ഇങ്ങനെ തല കണ്ടിട്ടില്ലല്ലോ എന്ന്. മത്തങ്ങ തല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പുറത്ത് എപ്പോഴും പറയുന്നതാ. മത്തങ്ങ തലയാ എന്നെ കൊണ്ട്. ആ മത്തങ്ങ തല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ വള്ളിയുമ്പിലുണ്ടായ നല്ല ഭംഗി. മത്തങ്ങ അങ്ങനെ എന്തൊരു ഭംഗിയല്ലേ? മറ്റേ തല അതുപോലെയാ. അപ്പോൾ മത്തങ്ങ തല എന്ന് പറഞ്ഞാൽ കേട്ട ആൾക്ക് മനസ്സിലായി, പറഞ്ഞ ആൾക്ക് മനസ്സിലായി, പറഞ്ഞ ആൾ ഉദ്ദേശിച്ച കാര്യം കേട്ട ആൾക്ക് അതുപോലെ മനസ്സിലായി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മത്തങ്ങ തല എന്ന് പറഞ്ഞാൽ. പക്ഷേ കുമ്പളങ്ങ തലയെന്ന് പറയാറില്ല. എന്താ കാരണം? കുമ്പളങ്ങയുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയെ. ഈ മത്തങ്ങയുടെ ഉള്ളിൽ കുറച്ച് കുരും അതിൻ്റെ ആ സാധനങ്ങളും കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒഴിഞ്ഞ സ്ഥലമൊക്കെ ഉണ്ടാകും. എൻ്റെ തല മുഴുവനും നല്ല ഒഴിവുള്ള
സ്ഥലം നല്ലോണം ഒഴിഞ്ഞെടുക്കുക എന്ന് വെച്ചാൽ ഒന്നുമില്ല, ബുദ്ധിയില്ല എന്നൊക്കെ കാര്യത്തിനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊന്നും പറഞ്ഞ അർത്ഥത്തിലെടുക്കരുത്. മത്തങ്ങ തലയിൽ നിന്ന് മത്തങ്ങ പോലെ തലയുള്ളവൻ ആരോ അവൻ, അങ്ങനെയല്ല അർത്ഥം, ബുദ്ധിയില്ലാത്തവെന്ന അർത്ഥം. ശരിയല്ലേ? അതുപോലെ പങ്കജാക്ഷി എന്താ അർത്ഥം? താമര പോലെ ഒരു കണ്ണ് പടിഞ്ഞാട്ടൊന്ന് കിഴക്കോട്ടെ, എന്നാൽ നമ്മൾ എന്താ പേര് പറയും? ഒരു അതൊന്നും അതിന് അർത്ഥമില്ല, അതൊരു പേരേ ഉള്ളൂ. എന്താ കാരണം? ഒരു പേര്, ഒരാളെ വിളിക്കാൻ ഒരു പേര് വേണ്ട, അതിനുള്ള നല്ല പേരിട്ടു, അത്ര തന്നെ ഉള്ളൂ. അതുകൊണ്ട് സത്യശീലൻ എന്നൊക്കെയാണ് നമ്മുടെ പേര്. വായ തുറക്കുന്ന തന്നെ ഇഡ്ഡലി കഴിക്കാനും. മറ്റേത് പിന്നെ പറയണ്ട, എല്ലാവർക്കും അറിയുമല്ലോ ഏത്. ശരിയല്ലേ? പേര് സത്യശീലൻ എന്നാ, അങ്ങനെയൊക്കെ ഇല്ലേ? അപ്പോൾ അതൊന്നും അങ്ങനെ കണക്കാക്കരുത്. അത് ആരെങ്കിലും ഇപ്പോൾ സത്യശീലൻ എന്നാ പേര് പറഞ്ഞു ഇയാൾ എന്നാലും അങ്ങനെയൊന്നും നോക്കില്ലേ? നമ്മൾ നോക്കുമോ? അത് ഒരു സംജ്ഞ, ഒരു പേര് എന്ന് പറയും പോലെ ചില പേരുകൾക്കും അതുപോലെ ചില പദങ്ങൾക്കും ചില വാക്കുകൾക്കൊന്നും ആ പറഞ്ഞ അർത്ഥമല്ല, അതുകൊണ്ട് കിട്ടുന്ന ഒരു ബോധതലത്തിലെ അർത്ഥം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ചോര പുരണ്ട ഭോഗങ്ങളെ അനുഭവിക്കാം എന്ന് പറഞ്ഞ അർത്ഥം സുഖഭോഗങ്ങളിൽ ആരെങ്കിലും ചോര വീഴ്ത്തി എന്നല്ല. ഇവരെയൊക്കെ കൊന്ന് ആ പാപത്തിൻ്റെ പങ്ക് പറ്റുന്നതായ ലോകസുഖങ്ങളെ നേർവഴിക്ക് കിട്ടിയതല്ല, അവരെയൊക്കെ കൊന്ന പാപത്തോട് കിട്ടിയതാണെന്നർത്ഥം. മനസ്സിലായില്ലേ? അല്ലാതെ എന്താ ഗുണം? ഇത്രയാണ് അർജുനൻ പറഞ്ഞത്. എന്താ അർജുനൻ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് എന്താണ്? മഹാത്മാക്കളായ ഈ ഗുരുനാഥന്മാരെ കൊല്ലാതെ കണ്ട് ഈ നാട്ടിൽ ഭിക്ഷയെടുത്ത് ജീവിച്ചാൽ പോലും അതാണ് ശ്രേയസ്. അതല്ലാതെ ഈ ഇവരിപ്പം ഓരോന്ന് മോഹിച്ച് വന്നവരാവേ ആര് നമ്മളെയൊക്കെ കൊന്നിട്ട് എന്തൊക്കെയൊക്കെ നേടാന്ന് അവരെ ഒക്കെ മോഹിച്ച അർത്ഥകാമന്മാരെ ചെന്തർത്ഥം? ഇവർ പാണ്ഡവന്മാർ യുദ്ധത്തിന് വന്ന എന്തിനാ? നേരം പോവായിട്ടോ? അല്ലല്ലോ, വെറുതെ ഇരുന്നത് നേരം പോകില്ല. നമുക്ക് വരും വാളും കൊണ്ടൊക്കെ എടുക്കാം, നമുക്കൊന്ന് പോവാം. അങ്ങനെ ടൂറ് പോണ മാതിരി പോകുന്നതല്ലല്ലോ. അവരുടെ രാജ്യം ഇവർ അധാർമികമായി കയ്യാളി വെച്ച് നിരന്തരം ഉപദ്രവിച്ച് നശിപ്പിക്കാൻ നോക്കി കഷ്ടത്തിലാക്കി. ഈ ലോകത്തും ജീവിക്കാൻ പറ്റില്ല, ഒരു നാട്ടിലും ജീവിക്കാൻ പറ്റില്ല എന്നുള്ള വിധത്തിൽ ഉപദ്രവിച്ച് ഇവിടെ എത്തിപ്പെട്ട ഈ സ്ഥിതിക്ക് അവർ അധർമ്മം കൊണ്ടാണ് കാട്ടിക്ക് പറഞ്ഞയച്ചത് എങ്കിൽ പോലും യുധിഷ്ഠിരൻ ശരി എന്ന് സമ്മതിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ടാണ് പാണ്ഡവന്മാർ 5 പേരും പാഞ്ചാലിയും കൂടി അവിടെ താമസിച്ചത്. കള്ളച്ചൂതാണ്. അന്ന് തന്നെ ഒരു ഇത് കൊടുത്താൽ മതിയായിരുന്നു, ഒരു കേസ്. ഇത് കള്ളച്ചൂതാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ആ ചൂത് നന്നോ നേരെയെന്നൊന്നും കോടതി പരിശോധിക്കില്ലേ? അപ്പോൾ ഇത് കള്ളച്ചൂതാന്ന് കണ്ടാൽ പിന്നെ ഇവർ കാട്ടിക്ക് പോകേണ്ട കാര്യമുണ്ടോ? പറഞ്ഞാൽ മനസ്സിലായില്ല. പാണ്ഡവന്മാർ കള്ളച്ചൂത് കളിച്ച് തോറ്റിട്ടല്ലേ നാട്ടിൽ പോയി? നല്ല ചൂത് കളിച്ചിട്ടാണോ പോയത്? അല്ല, കള്ളത്തരല്ലേ കളിച്ചത്. ഇത് കള്ളത്തരാണെന്ന് എല്ലാവർക്കും അറിയാം, യുധിഷ്ഠിരനും അറിയാം. പക്ഷേ എന്ത് ചെയ്തു? ജിത്തോസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ ജയിച്ചു എന്നിങ്ങനെ ഈ ശകുനി പറയുമ്പം ആയിക്കോട്ടെ ശരി പറഞ്ഞാൽ ആര് സമ്മതിച്ചു കൊടുത്തു? യുധിഷ്ഠിരൻ സമ്മതിച്ചു കൊടുത്തു അർത്ഥം എന്താ? അംഗീകരിച്ചു എന്നല്ലേ? അങ്ങനെ കള്ളത്തരമാണെങ്കിൽ പോലും യുധിഷ്ഠിരൻ അംഗീകരിച്ചു എന്ന് പറഞ്ഞത് കാരണത്താലാണ് അവർക്ക് കാട്ടിക്ക് പോകേണ്ടി വന്നത്. അല്ലാതെ കളിച്ച കളി മോശം കളി ആയതുകൊണ്ടല്ല. അങ്ങനെ അതാണ് അധർമ്മം കൊണ്ട് കാട്ടിക്ക് അയച്ചു എന്ന് പറയുന്നത്. അങ്ങനെ കാട്ടിപ്പോയിട്ട് 12 കൊല്ലം അങ്ങനെയും കഴിച്ചു. പിന്നെ ഒരു കൊല്ലം അജ്ഞാതവാസമൊക്കെ ബുദ്ധിമുട്ടി കഴിച്ചു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 12 കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇല്ല, ആലോചിച്ചൊക്കെ 12 കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ എത്ര എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട കാട്ടിൽ എങ്ങനെ കഴിച്ചു കൂട്ടിയത്? ഒരു കൊല്ലം മുഴുവനും അവിടെ അടിച്ചളിച്ച്, എവിടെ ആ വിരാടൻ്റെ കൊട്ടാരത്തിൽ അടിച്ചളിയും പാത്രം മോറലൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടിയില്ലേ? രാജാക്കന്മാരാണ് ഇവരെ. അവരൊന്നും ഒരു അടുക്കളയിലും പാഞ്ചാലിയൊന്നും ഒരാളുടെയും അടുത്ത് പോയിട്ട് മുടി ചീകി കൊടുക്കുക, പൊട്ടുകുത്തി കൊടുക്കുന്ന ആരും ചെയ്തിട്ടില്ല. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചു എന്നേ ഉള്ളൂ പാഞ്ചാലി, അല്ലാതെ അതൊന്നും എവിടെയും പോയി ചെയ്തിട്ടൊന്നുമില്ല. അതുപോലും ചെയ്യേണ്ടി വന്നില്ലേ? അങ്ങനെയൊക്കെ എന്തൊക്കെ തരത്തിൽ വളരെ കഷ്ടത്തിലായിട്ട് ജീവിച്ചു അവർ. ഇതൊക്കെ സഹിച്ചത് എന്തിനാണ്? ഇത്രയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നാൽ രാജ്യം പകുതി തരാമെന്നല്ലേ അന്ന് പറഞ്ഞത്. ഇത് ചെന്നപ്പോൾ കൊടുത്തുവോ? കൊടുത്തില്ല. അങ്ങനെയാണ് അവരെന്തിനു ബുദ്ധിമുട്ടി ക്ലേശിച്ച അതാണ് അധർമ്മത്തിനെതിരെ യുദ്ധത്തിന് വന്നവരാണ് ആര്? വരുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് വന്നത്. ശരിയല്ലേ? എന്നിട്ട് അർജുനൻ എന്താ പറയുന്നത്? ഇങ്ങനെയൊക്കെയുള്ള യുദ്ധത്തിൽ ഇവരെയൊക്കെ കൊന്നിട്ട് നമുക്ക് കിട്ടുന്ന സുഖഭോഗങ്ങളെക്കാളും നല്ലത് ഭിക്ഷ എടുത്തിട്ട് ജീവിക്കുക അല്ലേ? ആരോട് ചോദിച്ചു? അല്ലേ എന്നുള്ളതിനാണ് ഒരു ഭംഗി. അഹിഹി എന്നുള്ളൊരു പ്രയോഗം ഉണ്ട് ആ ശ്ലോകത്തിൽ. അഹി എന്തൊരു ഭംഗിയല്ലേ?
അല്ല, അർജുനന് പ്രസ്താവന എടുക്കുക. ഇവരെയൊന്നും കൊല്ലാതെ കണ്ട് ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതാകുന്നു ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള പ്രവൃത്തി എന്നൊരു പ്രസ്താവന അർജുനൻ പറഞ്ഞാൽ അതിന് ഭംഗിയില്ല. ഉണ്ടോ? അർജുനൻ പ്രസ്താവന പറയില്ല ചെയ്ത്. ഇവരെയൊന്നും കൊല്ലാതെ ഭിക്ഷ എടുത്ത് ജീവിക്കല്ലേ ഭഗവാൻ ഇതിലും നല്ലത് അല്ലേ? അങ്ങനെ ചോദിച്ചാൽ എന്താ അർത്ഥം? ആണ്. ഈ ആണെന്നുള്ള ഉത്തരം കിട്ടാനാണ് നമ്മൾ ഈ അല്ലേ എന്ന് ചോദിക്കണതേ. ഊണ് കഴിക്കുകയല്ലേ നല്ലത്, വേഗം അങ്ങോട്ട് കഴിക്കുകയല്ലേ, നമ്മൾ എന്താ ഉദ്ദേശിക്കണം ഉത്തരം? അല്ല. അങ്ങനെ വെച്ചാൽ അല്ലാന്നോ ആണെന്നോ ഏതെങ്കിലും ഒരു ഉത്തരം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ചോദിക്കണേ എന്ത് ചെയ്യും? ഇപ്പം ഇനിയിപ്പോൾ ഊണ് കഴിക്കുകയാണാവോ നല്ലത്, അല്ലെങ്കിൽ ഊണാണ്ടിരിക്കുക നല്ലത്? അങ്ങനെയല്ലേ ചോദിക്കുക? ഇപ്പോൾ ഉണ്ണണ്ട അതാ നല്ലത്. ഓ ശരി ആയിക്കോട്ടെ, ഞാൻ സംശയേ അതുകൊണ്ട് ചോദിച്ചത്. ഊവയ്ക്ക് സംശയം തീർന്നു എന്നും പറഞ്ഞു. ആ ചോദ്യത്തിൻ്റെ മനസ്സിലായില്ലേ? അല്ല, ഇനി ഊണഴിക്കുന്നല്ലേ നല്ലത് ഇപ്പം? എന്നായിക്കോട്ടെ വിളമ്പിക്കോളൂ. നമുക്കെപ്പോഴും നല്ലത് അതാണല്ലോ എന്ന് വെച്ചാൽ അർത്ഥം. ആ ചോദ്യത്തിൻ്റെ ഒരു ശൈലിയാണ്. അർജുനൻ ചോദിച്ച ശൈലി അതാണ്. ഇവരൊന്നും കൊല്ലാണ്ട് നമ്മൾ ഭിക്ഷ എടുത്ത് ജീവിക്കല്ലേ നല്ലത്? ചെന്താർത്ഥം അതന്നെ ഇതാണ് പ്രതീക്ഷിച്ച്. ആ ഭാഷ മനസ്സിലാവണില്ലേ? ഈ സംസ്കൃതം ആയതുകൊണ്ട് അത് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. മലയാളത്തിൽ വെച്ചതൊന്നും പറയണ്ട. ഈ സംസ്കൃതത്തിൻ്റെ ആ ഒരു അർത്ഥത്തിൻ്റെ ആ നിപ്പം എടുപ്പുമുള്ള ശൈലി അറിയില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം ഹി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അല്ലേ എന്ന് ചോദിക്കുക. എന്നിട്ട് പറയും ചെയ്തു, അതല്ല, ഇവർ വന്നത് ഇപ്പം ചിലപ്പം നമ്മുടേതൊക്കെ കൈക്കലാക്കാൻ കാമിച്ച് മോഹിച്ച് വന്നവരൊക്കെ തന്നെയോ ആയിക്കോട്ടെ, ആണെങ്കിൽ പോലും ഇവരെയൊക്കെ കൊന്നിട്ട് അപ്പം സംശയം, അല്ല അർജുന അപ്പം നീയായിട്ട് ഇങ്ങനെ വന്നതല്ല, അവരും യുദ്ധത്തിന് തന്നെയല്ല വാളും കുന്തൊക്കെ ആയിട്ട് വന്നത്, അപ്പം ഇനിയിപ്പോൾ അവരെ കൊന്നു വെച്ചാൽ വലിയ കേടൊന്നും ഇല്ലല്ലോ എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ ചിന്തിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് മറുപടി കൊടുക്കണത്. കാര്യം ശരി തന്നെയാണ് കൃഷ്ണ, അവരിപ്പോൾ നമ്മളെ തോൽപ്പിച്ച രാജ്യം കൈക്കലാക്കാനൊക്കെ മോഹിച്ച് സമ്പത്തൊക്കെ മോഹിച്ച് വന്നവരെന്നെയാവും. എന്നാലും നമ്മൾ അവരെയൊക്കെ തോൽപ്പിച്ച രാജ്യം കൈക്കലാക്കിയാൽ ആ ചോര പരണ്ട അതല്ലേ നമ്മൾ അനുഭവിക്കേണ്ടത്? ആ പാപം നമുക്ക് പോവുക കയ്യിൽ നിന്ന് അതല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ പറയൂ, അങ്ങനെക്കാളും വിവരമുള്ള ആളാണല്ലോ അല്ലേ? ആര് ചോദിക്കുക? അർജുനൻ്റെ ആ ഭാഷയ്ക്ക് ഉണ്ടായൊരു ഒരു മയം കണ്ടുവോ? ഒന്നാം അധ്യായത്തിൽ പറഞ്ഞെന്തായിരുന്നു? അമ്പോ വല്ലാത്തൊരു കഥയിലാണ് പറഞ്ഞു. ഇപ്പോൾ അതൊക്കെ ഒരു മയത്തിൽ പറയാൻ തുടങ്ങി. ആ മയത്തിൽ പറയാൻ കാരണം എന്താണെന്നറിയോ? മറ്റേ 2 മരുന്ന് ഇത് രണ്ടെണ്ണം അങ്ങനെ ചെന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ്, വ്യത്യാസം കണ്ടില്ലേ? എന്നിട്ട് പറയും ചെയ്തു, അതുകൊണ്ട് ഇതാണ് നല്ലത്. നോക്കൂ, ഇവിടെ ഒരു ബുദ്ധിമുട്ട് എന്താ ചോദിച്ചാൽ, ഈ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള വൈകാരികത ശ്രദ്ധിച്ച് കേൾക്കണേ. ഇനി പറയുന്നത് കാര്യം, അതിന് വ്യാഖ്യാനത്ത് കിട്ടില്ല, അത്രയും ശ്ലോകം വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ സാരാംശം, അതുകൊണ്ട് കിട്ടേണ്ട സാധന പറയുന്നത്. അതായത് ഇങ്ങനെയൊരു അർജുനന് ഇപ്പം എന്താ വന്നത്? എന്ത് വന്നു? സ്വന്തക്കാരെ കണ്ടപ്പം അയ്യോ ഇവരൊക്കെ അയ്യോ പാവങ്ങൾ, ഈ വിചാരം വന്നു. ശോകമോഹം, അതിൻ്റെ പേര് ശോകമോഹം വന്നു. ശോകമോഹം വന്നവൻ അർജുനനല്ല, ആരാണെങ്കിലും ഈ സ്ഥിതിയിൽ ഈ ഒരവസ്ഥയിൽ വന്നു പെട്ടാൽ എന്തായിട്ട് തീരും? അർജുനൻ ഇപ്പം എന്താ ചെയ്തത്? അർജുനൻ ക്ഷത്രിയനാ. ക്ഷത്രിയൻ്റെ കർത്തവ്യം ധർമ്മം എന്താ? എന്ത്? വെറുതെ എങ്ങനെ യുദ്ധം ചെയ്യല്ല, രാവിലെ മുതൽ എങ്ങനെ യുദ്ധം ചെയ്യുന്ന യുദ്ധമൊന്നും ഇല്ലയോ അങ്ങനെ യുദ്ധം ചെയ്യണോ? അല്ല. പിന്നെ എന്താ ക്ഷത്രിയൻ്റെ ധർമ്മം എന്താ? ഇപ്പം നമ്മുടെ നാട്ടിൽ പട്ടാളക്കാരൊക്കെ ഇല്ലേ? പട്ടാളക്കാർ ഇവരിങ്ങനെ ഇവിടെ നിന്ന് ലീവ് കഴിഞ്ഞ് അങ്ങോട്ട് പോയി രാവിലെ അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യുക അല്ല. ഏതെങ്കിലും സന്ദർഭത്തിൽ യുദ്ധം ഉണ്ടാവുമ്പം അവർ സർവ്വസന്നാഹത്തോടു കൂടി യുദ്ധം ചെയ്യും. ഇതല്ലേ ഇത്? അപ്പം അർജുനൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയനാണ് വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എങ്ങനെ യുദ്ധം ചെയ്യലാണോ? അല്ല. പിന്നെ എന്താ അത്? യുദ്ധം ചെയ്യേണ്ട സമയത്ത് ധർമ്മത്തെ രക്ഷിക്കാനും ധർമ്മത്തെ പരിപാലിക്കാനും യുദ്ധം ചെയ്യണം, പ്രജകളെ പരിപാലിക്കണം. മഹാഭാരതത്തിൽ തന്നെ പറയേ, ക്ഷത്രിയൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ തിരക്കടില്ല, പ്രജകളെ നല്ലോണം പരിപാലിച്ചാൽ മതിയെന്ന്. മഹാഭാരതത്തിലെ ഈ ക്ഷത്രിയൻ്റെ ധർമ്മം എന്ത് രസമല്ലേ അതൊക്കെ. നമ്മുടെ നാട്ടിൽ പലതും ചെയ്യുന്നുണ്ട്, പക്ഷേ മറ്റത് മാത്രം ചെയ്യുന്നില്ല. ഇത് നാട്ടുകാർ തെണ്ടി അലഞ്ഞ് മുണ്ടും കയറി നടക്കുക. അങ്ങനെയല്ല. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവണില്ലേ? ക്ഷത്രിയന് ഒരു മഹിമ ചെയ്തില്ല വെച്ചാലും പ്രജകളെ നേരാമണ്ണം പരിപാലിക്കുക വെച്ചാൽ അതന്നെയാണ് ക്ഷത്രിയൻ്റെ ഏറ്റവും വലിയ ധർമ്മം എന്നൊക്കെ ഈ ശാന്തി പർവ്വത്തിലൊക്കെ പറയും. ക്ഷത്രിയ ധർമ്മ വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ വിസ്തരിച്ച് പറയുമ്പോൾ വളരെ കേമായിട്ട് പറയും. അപ്പോൾ അതൊക്കെ ആശയം ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ പറയാണ് അർജുനൻ അപ്പോൾ ഈ വിധത്തിലൊക്കെ വലിയ ക്ഷാത്രവീര്യ സമ്പ്രദായത്തിലൊക്കെ ഇറങ്ങി പുറപ്പെട്ട് വന്ന് ആ ഒരു ധർമ്മത്തിനെതിരെ പടപൊരുതാനായിട്ട് വന്ന അർജുനൻ്റെ ഉള്ളിൽ ഈ വൈകാരികത കടന്നുകൂടി വന്നപ്പം ഏത് വൈകാരികത?
ഈ ശോകമോഹങ്ങൾ കടന്നുകൂടി വന്നപ്പം എന്ത് കയ്യിൽ നിന്ന് പോയി? ക്ഷത്രിയൻ്റെ ഇപ്പം ഇവിടെ യുദ്ധം ചെയ്യേണ്ടത് തന്നെയാണ്. എന്തിന്? ഇതില്ലാതെ കണ്ടാക്കാനുള്ള വഴികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നിവൃത്തില്ല എന്ന് പറഞ്ഞിട്ടല്ല